everyone, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പുറത്ത് പോകണം. പിന്നെ നമ്മളിന്ന് എക്സിബിഷൻ കാണാൻ പോകുന്നുണ്ട് കേട്ടോ, തൃശ്ശൂർ. ഞാൻ ആക്ച്വലി ഒരു വട്ടം പോയതാണ്. പക്ഷെ അത് നമ്മൾ എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് വീക്ക്, ആദ്യത്തെ വീക്കിൽ 4ാമത്തെ 5ാമത്തെ ദിവസമാണ് പോയത്. അപ്പം സ്റ്റോൾസ് ഒന്നും ഓപ്പൺ ആയിരുന്നില്ല. അപ്പോൾ ഞാൻ വെച്ച് കുറച്ച് ലേറ്റായിട്ട് പോകാമെന്ന്. അപ്പോൾ ഇന്ന് പോകണമെന്നാണ് വിചാരിക്കുന്നത്. പോവുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോസും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പം ഇപ്പോൾ ഏകദേശം 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെച്ച് നമുക്കൊന്ന് ഹെയർ വാഷൊക്കെ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഹെയർ ഓയിലൊക്കെ ചെയ്ത് നല്ലൊരു മസാജൊക്കെ കൊടുത്തിട്ട് നമുക്ക് നല്ലൊരു ഹെയർ വാഷൊക്കെ ചെയ്തിട്ട് വരാം. എന്നിട്ട് പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. സൺഡേ ആയിട്ടുള്ള സ്പെഷ്യൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഹെയർ ജട തീർക്കാം. നല്ല ചൂടാണ് ഗൈസ്. കുറച്ച് 2 ദിവസം മഴ പെയ്തു കേട്ടോ. പക്ഷെ എന്നാലും കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ മഴ അങ്ങനെയൊന്നും ഇല്ല. എപ്പോഴും ഒരിക്കലാണ് ഉള്ളത്. അപ്പോൾ ഭയങ്കര ചൂടാണ്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ജടയൊക്കെ തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ ഓയിൽ ചെയ്യാം. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് മാമാഅർത്തിൻ്റെ ഹിബിസ്കസ് ഡാമേജ് റിപ്പയർ ഹെയർ ഓയിലാണ്. വിത്ത് ഹിബിസ്കസ് ആൻഡ് കറി ലീവ്സ് ഒക്കെ വരുന്നതാണ് കേട്ടോ. ഇതിനൊരു ആപ്ലിക്കേറ്റർ ഒക്കെ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. കണ്ടോ, അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ഇത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ നോർമലി ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് നമുക്ക് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ ഇത് നമുക്ക് ഊരിയെടുത്തിട്ട് അതിന് പകരം ഇത് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാം കേട്ടോ. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. സെറ്റല്ലേ? അപ്പോൾ നമുക്കിത് വെച്ചിട്ട് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാം. അപ്പം നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഇപ്പം സ്കാൽപ്പിൽ കംപ്ലീറ്റ് ആയിട്ടും ഹെയർ ഓയിൽ ആയിട്ടുണ്ട്. അത് നമ്മൾ ആ ആപ്ലിക്കേറ്റർ വെച്ചിട്ട് നമ്മൾ ഹെയർ ഓയിൽ ചെയ്തതുകൊണ്ട് കറക്റ്റായിട്ട് നമ്മുടെ സ്കാൽപ്പിലൊക്കെ കറക്റ്റായിട്ട് ഹെയർ ഓയിൽ എത്തിയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് നല്ലൊരു മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മാമാഅർത്തിൻ്റെ ഹിബിസ്കസ് റേഞ്ചിൽ വരുന്ന ഈ ഒരു ഹെയർ ഓയിൽ ഹിബിസ്കസും അതുപോലെ തന്നെ കറി ലീവ്സും ഒരുപാട് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ്, നീം ഓയിൽ, സൺഫ്ലവർ ഓയിൽ, അങ്ങനെ ഒരുപാട് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ല സ്ട്രെങ്ത് ആൻഡ് നറിഷ്ഡ് ഹെയർ പ്രൊവൈഡ് ചെയ്യാൻ അടിപൊളിയാണ്. മെയ്ഡ് സർട്ടിഫൈഡ് ആണ് കേട്ടോ. എല്ലാ ഹെയർ ടൈപ്പിനും പറ്റുന്ന ഒരു ഹെയർ ഓയിലാണ്. നല്ല സോഫ്റ്റ് ആക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഹെയർ. നല്ല രസത്തിൽ കൂടെ ഓയിൽ വരുന്നതാണ്. നമുക്ക് ഇവിടെയും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. തുമ്പത്ത് മാത്രം കേട്ടോ, നമ്മുടെ ഹെയറിൻ്റെ ഇവിടെ. ഹെയർ ഓയിലിംഗ് ഒക്കെ ചെയ്തു. നമുക്ക് നല്ലപോലെ ഒന്ന് കെട്ടിവെക്കാം. അപ്പോൾ ഞാൻ ഹെയർ ഓയിലൊക്കെ ചെയ്തിട്ട് ഹെയർ നല്ലപോലെ ഇങ്ങനെ ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു 20 to 30 minutes കഴിയുമ്പോൾ നമുക്ക് ഹെയർ വാഷ് ചെയ്യാം. ഷാംപൂ ആൻഡ് കണ്ടീഷണറൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഹെയർ വാഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേറെ കുറച്ച് പരിപാടികൾ. നെയിൽസൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. പിന്നെ നെയിൽ പോളിഷ് ഇടണം എന്നുണ്ട്. പിന്നെ നമുക്ക് കയ്യിലുള്ള ഹെയറൊക്കെ റിമൂവ് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്യാം. അപ്പോൾ അതാണ് നമുക്ക് നെക്സ്റ്റ് പരിപാടി.
അപ്പം ഹെയർ ഓയിലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഒരു പുഡിംഗ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്, ഒരു മാംഗോ പുഡിംഗ് ആണ്. അപ്പം ഇത് ഞാനൊരു റെസിപ്പി കണ്ടിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പം 3 മാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടും 2 ഡിഫറെൻറ്റ് മാംഗോസ് ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് ഇങ്ങനെ അരിഞ്ഞു വെച്ചത്. അപ്പം മാംഗോസ് ഒക്കെ പീൽ ചെയ്തിട്ട് പിന്നെ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കോക്കനട്ട് മിൽക്ക് പൗഡർ ആണ് കേട്ടോ. നമുക്ക് തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ അത് എടുക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെ പൗഡർ ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ പച്ചവെള്ളത്തിലോ കുറച്ച് ഹണിയോ അല്ലെങ്കിൽ പഞ്ചസാരയോ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഇതൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ബ്രെഡിൻ്റെ സ്ലൈസ് ആക്കിയിട്ട് അതിൻ്റെ അരിവശമൊക്കെ കട്ട് ചെയ്തിട്ട് ആ മിഡിൽ പോർഷൻ മാത്രം ആക്കി എടുത്തിട്ട് ഇങ്ങനെ ഒരു ബൗളിലേക്ക് വെച്ചു. അതിന് ശേഷം നമ്മൾ അതിന് മുകളിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഇങ്ങനെ ഈ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുത്തു. അത് നല്ലോണം ഇങ്ങനെ സോക്ക് ചെയ്യണം കേട്ടോ. ബ്രെഡിൽ കറക്റ്റായിട്ട് ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു രസമായിട്ട് കിട്ടും. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാംഗോസ് ഒക്കെ ഇങ്ങനെ ആഡ് ചെയ്യുക. പിന്നെയും ബ്രെഡിൻ്റെ സ്ലൈസസ് വെക്കുക. എഗെയിൻ നമ്മൾ ഈ തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. പിന്നെയും അങ്ങനെ ഈ ഒരു ലെയറിങ് കറക്റ്റായിട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഞാനൊരു 3 ലെയർ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന് മുകളിൽ ഏറ്റവും ടോപ്പ് ലെയറായിട്ട് നമ്മൾ ഇങ്ങനെ കുറച്ച് മാംഗോസ് സ്മാഷ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചു കേട്ടോ. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്താൽ. പിന്നെ കുറച്ച് കട്ട് ചെയ്തിട്ടുള്ള മാംഗോസും കൂടെ ആഡ് ചെയ്തു. ഇതിൻ്റെ പൊക്കത്ത് നമുക്ക് നട്ട്സ് ഒക്കെ ആഡ് ചെയ്യാം. അപ്പം ഞാൻ ഇങ്ങനെയും ചെയ്തിട്ട് പിന്നെ അത് നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ. അതൊരു നമുക്ക് എത്ര നേരം വേണമെങ്കിലും വെക്കാം, ഫ്രീസറിലോ ഫ്രിഡ്ജിലോ വെക്കാം. ഒരു 1 hour ഒക്കെ മതി, ഒരു 3/4 മണിക്കൂറൊക്കെ ആയാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ ബീഫ് കറിയാണ് വെക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ ഹെയർ വാഷ് ചെയ്യാൻ പോയിട്ടോ. അപ്പം ഞാനിന്ന് ഹെയർ വാഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് മാമ-എർത്തിൻ്റെ ഷാംപൂ ആൻഡ് കണ്ടീഷണറാണ് കേട്ടോ. ഇത് ഹിബിസ്കസ് റേഞ്ചിൽ വരുന്നതാണ്. ഇതിനകത്ത് കറി ലീവ്സും ഹിബിസ്കസും ഉണ്ട് കേട്ടോ. അപ്പം നാച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹെയർ റൂട്ട്സ് നല്ല സ്ട്രെങ്തൻ ചെയ്യാനും പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹെയർ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ നല്ല സ്മെല്ലാണ്. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നല്ല സേഫ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷാംപൂ ആൻഡ് കണ്ടീഷണർ കൂടെയാണ് കേട്ടോ. അപ്പോൾ മാമ-എർത്തിൻ്റെ പ്രൊഡക്ട്സ് എല്ലാം മാമ-എർത്തിൻ്റെ ആപ്പിലും വെബ്സൈറ്റിലും ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട്, പേർപ്പിൾ അങ്ങനെ നിങ്ങളുടെ അടുത്തുള്ള സ്റ്റോഴ്സിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ കൂപ്പൺ കോഡായിട്ടുള്ള AGP2024 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് 20% ഓഫ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഫുഡൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബീഫും പൂരിയും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ മാംഗോ പുഡിംഗ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, എടുത്തു. അത് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ടേസ്റ്റ് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തോന്നുന്നില്ല, കുഴപ്പമില്ലാത്തൊരു ഫ്ലേവറാണ്. പിന്നെ മാംഗോസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ ഈവനിങ് ആയപ്പം നമ്മൾ തൃശ്ശൂർ പൂരം എക്സിബിഷൻ കാണാൻ പോയി. അപ്പം ഇത് തൃശ്ശൂർ പൂരത്തിൻ്റെ സമയത്ത് നടക്കുന്ന ഒരു വലിയ എക്സിബിഷനാണ് കേട്ടോ. നമ്മുടെ തൃശ്ശൂർ റൗണ്ടിൽ തന്നെയാണ് എക്സിബിഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മൾ വൈകുന്നേരം ആയപ്പം അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ നമ്മൾ പോയത്. അപ്പോൾ ഒരാൾക്ക് 35 രൂപയാണ് കേട്ടോ എൻട്രി ഫീസ് വരുന്നത്. പിന്നെ എല്ലാ തവണത്തെയും പോലെ തന്നെ നിറയെ സ്റ്റോൾസ് ഉണ്ടായിരുന്നു. ജ്വല്ലറി, ഡ്രസ്സസ്, ബാഗ്, ചെരുപ്പ്, ഫുഡ്, അങ്ങനെ നിറയെ ഒരുപാട് സ്റ്റോൾസ് ഉള്ള ഒരു വലിയ സംഭവമാണ് കേട്ടോ നമ്മുടെ തൃശ്ശൂർ പൂരം എക്സിബിഷൻ. അപ്പോൾ ഞങ്ങൾ കുറേ നടന്ന് എക്സിബിഷനൊക്കെ കണ്ടു, കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ അന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, നിറയെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ സ്റ്റോൾസ് ഒക്കെ കണ്ട് നടക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും ഒരു തവണയെങ്കിലും എക്സിബിഷന് പോകാറുണ്ട്. കുറച്ചധികം ദിവസം ഉണ്ടാവും കേട്ടോ, ഒരു 2 മാസമൊക്കെ ഉണ്ടാവും എക്സിബിഷൻ. ഇപ്പം ഏകദേശം കഴിയാറായിട്ടുണ്ട്. നമ്മൾ ആ ഒരു ലാസ്റ്റ് ഒരു സമയത്താണ് കേട്ടോ പിന്നെ 2ാമത്തെ തവണ പോയത്. അപ്പം പക്ഷേ സ്റ്റോൾസ് ഒക്കെ കംപ്ലീറ്റ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ കളക്ഷൻസ് ഒന്നും കുറവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ എക്സിബിഷനൊക്കെ നല്ലോണം നടന്ന് കണ്ടു.
അപ്പോൾ തൃശ്ശൂർ എക്സിബിഷന് വരാത്തവരൊക്കെ നെക്സ്റ്റ് ടൈം എന്തായാലും വരണം. ഇപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടാവും, ഈ വീഡിയോ ഇടുമ്പം മിക്കവാറും കഴിഞ്ഞിട്ടുണ്ടാവും എക്സിബിഷൻ. അപ്പോൾ നെക്സ്റ്റ് ടൈം ഇതുവരെ എക്സിബിഷൻ വരാത്തവരൊക്കെ വന്ന് കാണണം, ഒരു രസമാണ്. ഒരുപാട് സ്റ്റോൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.